മുസ്ലിം ലീഗുമായിട്ടുള്ള സമസ്തയുടെ പാരമ്പര്യ ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന സമീപനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതാണ് പ്രശ്നം. അവിടെ പാരമ്പര്യ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും വരെ രണ്ടിലും ഉള്ളത് ഒരേ ചിന്താഗതിക്കാരാണ്. ഒരു പ്രസ്ഥാനം അതിന്റെ ഭൂരിപക്ഷ അണികളെ മാനിക്കണമെന്നത് ഒരു ബുദ്ധിപരമായ സമീപനമാണ്. മുസ്ലിം ലീഗിലുള്ളവരും സമസ്തയിലുള്ളവരും ഭൂരിപക്ഷവും ലീഗുകാരും സമസ്തക്കാരുമാണ്. എന്നാൽ രണ്ടിലും അല്ലാത്തവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂരിപക്ഷത്തെ പരിഗണിച്ചത് കൊണ്ടാണ് ഈ നയം സ്വീകരിച്ചത്. അല്ലെങ്കിൽ ഈ നയം സമസ്ത സ്വീകരിക്കില്ല. ഭൂരിപക്ഷത്തെ പരിഗണിച്ചുകൊണ്ട് നയത്തിൽ ഇന്ന് സമസ്ത മുഷാവർ ഏതെങ്കിലും ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവരോടും ഒരേപോലെ പെരുമാറാം അല്ലെങ്കിൽ സമീപനം സ്വീകരിക്കാം എന്നൊരു ഇതിലേക്ക് സമസ്ത മാറിയിട്ടുണ്ടെന്നെങ്കിലും മുഷാവർ ഒരിക്കലും മാറിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴും പാണക്കാട് തങ്ങളുടെ അടുത്തേക്കാണ് ചർച്ചയ്ക്ക് പോകുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്ത മുഷാവർ മെമ്പറല്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചർച്ചയ്ക്ക് പോകുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തെ കൂട്ടിപ്പിടിക്കുന്നു. വീണ്ടും 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 ചർച്ച നടത്തുന്നു. ആ പരിഗണനയല്ല കാണുന്നത്. വേറെ AKG സെന്ററിലേക്ക് സമസ്ത ചർച്ചയ്ക്ക് പോകാറുണ്ടോ? ഇല്ലല്ലോ. കാരണം സമസ്തയുടെയും കൂടി നേതാവാണ് പാണക്കാട് തങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ്, ആളെ ഞാൻ പറയുന്നില്ല, ആവശ്യം